ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാറോ ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു അറിയിപ്പുണ്ട്. ഈ ഒരു ഒക്ടോബർ മാസം ക്ഷമിക്കുക, ഈ മാസം കുറച്ച് വൈകിപ്പോയി. അതുകൊണ്ടാണ് ഒക്ടോബർ മാസം 2025 ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 6 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. 15-ാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറ്. പക്ഷെ ഇനിയിപ്പോൾ 21-ാം തീയതി ആയിട്ടുണ്ട്. കുറച്ച് തിരക്കുകൾ കാരണമാണ്. അപ്പോൾ ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക്, എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സ്, പുതിയ വ്യൂവേഴ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഓൾറെഡി നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനോടും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ്. ഡിസ്കൗണ്ടിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നില്ല. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. അപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഞാൻ വിശ്വസിച്ചവർ എല്ലാവരും എന്നെ ചതിച്ചിരിക്കുന്നു. ഇനി നീ മാത്രമേ സ്നേഹിക്കാനും ആശ്രയമായും ഉള്ളൂ. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ആക്ച്വലി ഈ പേഴ്സന്റെ കറണ്ട് എനർജിയും നമ്മൾ നോക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആ ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയും കൂടി റെഡിയാക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കോൺസെൻട്രേഷൻ ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും പോസിറ്റീവായിട്ടുള്ള മനോഭാവത്തോടു കൂടിയും ഈ റീഡിംഗ് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഇപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാം. അതായത് ഈ പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഈ പേഴ്സൺ എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് എനർജിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പൊ ഫസ്റ്റത്തെ ആ ഒരു എനർജി നോക്കുകയാണെങ്കിൽ, ക്ലോഷർ, ഒരു വാതില് കൊട്ടിയടക്കപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ് കാണിക്കുന്നത് അല്ലെ. ഒരു വാതില് അത് കൊട്ടിയടക്കപ്പെട്ടാണ് ഫസ്റ്റ് കാർഡ് തന്നെ ഇത് അല്ലെ. പക്ഷെ ഇത് ഒരു ദുസൂചനയായിട്ടൊന്നും നിങ്ങൾ കാണണ്ട. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു സൂചന തന്നെയാണ്. കാരണം ഈ പേഴ്സൺ മനസ്സിലാക്കി വരുന്ന ഒരു തിരിച്ചറിവെന്ന് പറയുന്നത്, നോട്ട് all connections are meant to be accept, because ആ ഒരു സമയം വരുമ്പോൾ ക്ലോഷർ ചെയ്യാന്നുള്ളതാണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ ഈ വ്യക്തി വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ വിശ്വസിക്കുന്ന ആ ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, എല്ലാ കണക്ഷൻസും, എല്ലാ ബന്ധങ്ങളും നല്ലതല്ല എന്നും, അത് നല്ലതല്ല എങ്കിൽ ആ വാതില്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന്റെ നേർക്ക് നിൽക്കുന്ന ആ ഒരു വാതില് കൊട്ടിയടക്കുക തന്നെ ചെയ്യണം എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങളുമായിട്ടുള്ള കണക്ഷനെ വെച്ചിട്ടല്ല, ഈ വ്യക്തിക്ക് വളരെയധികം ദോഷമായിട്ട് നിന്നിരുന്ന വേറെയും ഒരുപാട് കണക്ഷൻസ് ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം കണക്ഷൻസ് ഈ വ്യക്തിക്ക് കൊള്ളില്ല എന്നും, ആ കണക്ഷൻസ് എല്ലാം തന്നെ കട്ട് ഓഫ് ചെയ്യേണ്ട സമയമായി എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വരുന്നത്. ഇത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അനാവശ്യമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒഴിവായി പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒഴിവാക്കുമ്പോൾ, പിന്നെ ഈ വ്യക്തി ആരിലേക്കായിരിക്കും വരിക? നിങ്ങളുടെ അടുത്തേക്കാണ്. അപ്പോൾ ഫസ്റ്റ് സിഗ്നൽ തന്നെ നിങ്ങൾക്ക് അതൊരു അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. യെസ്, ഈ പേഴ്സൺ നിങ്ങളുമായിട്ടും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഈ വ്യക്തി വിശ്വസിക്കുന്നത് പ്രണയമെന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. പക്ഷെ നിങ്ങൾക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ, വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഈ പേഴ്സൺ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ രണ്ടുപേരുടെ പ്രൊഫഷൻ വളരെയധികം ഡിഫറെൻ്റ് ആയിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കാം. വിശ്വാസങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കാം. ഈ ഒരു സിറ്റുവേഷൻ എല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് എന്നും,
അതിനോട് പൊരുത്തപ്പെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ കുറിച്ചിട്ടും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അത് വളരെയധികം പൊരുത്തപ്പെട്ട്, അതായത് പോരായ്മകളും നിങ്ങൾക്കിടയിൽ ഇല്ലായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത്. യെസ്, ഈ വ്യക്തിക്ക് ശക്തമായിട്ടുള്ള ഒരു വിശ്വാസം നിങ്ങളിലുണ്ട്. കാരണം ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും അത്രയും സെപ്പറേഷനിലായിരിക്കാം നിൽക്കുന്നത്. ഓക്കെ, എന്തു ആയിക്കോട്ടെ, എന്താണെങ്കിൽ പോലും ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും അത്രയും അധികം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒന്ന് മുന്നോട്ട് കാലെടുത്ത് വെച്ചാൽ, അല്ലെങ്കിൽ ഈ പേഴ്സൺ മുൻകൈ എടുത്ത് എന്തെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ ഒന്ന് പ്രവർത്തിച്ചാൽ അത് വിജയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഒരു ഉറച്ച തീരുമാനവും പ്രതീക്ഷയും ഈ വ്യക്തിക്കുണ്ട് എന്നാണ് കാണിക്കുന്നത്. സംതിങ് ലവ്ലി വിൽ ഗ്രോ ഫ്രം ദിസ് എന്നാണ്. അതായത് ഈ പെൺകുട്ടി വളരെ പ്രതീക്ഷയോടെയാണ് ആ ഒരു ചെറിയ ചെടി നട്ടുപിടിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ നിന്നും ഉറപ്പായിട്ട് മനോഹരമായിട്ടുള്ളൊരു പുഷ്പം ലഭിക്കുമെന്നോ അല്ലെങ്കിൽ ഫലം കായ്ക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഈ കുട്ടി അത് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു എനർജിയിൽ തന്നെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. യെസ്, ഈവിൽ ക്യൂൻ, അതായത് ഇവിടെ ആ ഒരു നെഗറ്റീവ് എനർജി എപ്പോഴൊക്കെയോ നിങ്ങൾ രണ്ടുപേരും പ്രതീക്ഷിക്കാതെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു കൂടിയിട്ടുണ്ട്. ആ ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ അതൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആയിരിക്കാം. കൂടുതൽ ആൾക്കാരുടെ അങ്ങനെ തന്നെയായിട്ടാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഈ പേഴ്സൺ വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് വന്നതാണ്, പക്ഷെ എന്തൊക്കെയോ കാരണത്താൽ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അത് അതിവേഗത്തിൽ തന്നെയാണ് നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് വിത്തൗട്ട് എനി റീസൺ. അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജിയെ കുറിച്ചിട്ടുള്ള ഒരു പഠനം, അല്ലെങ്കിൽ ആ നെഗറ്റീവ് എനർജിയെ കുറിച്ചിട്ടുള്ള ചില വിശദാംശങ്ങൾ, ചില ഡീറ്റെയിൽസ് ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ടാകാം എന്നാണ് കാണിക്കുന്നത്. ബിക്കോസ് ഈ വ്യക്തി ആഗ്രഹിച്ചിരുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമായിരുന്നു, പക്ഷേ ഇത്തരം ശത്രുക്കളിൽ നിന്നും ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ളത് വളരെ നെഗറ്റീവായിട്ടുള്ള തിരിച്ചടികളാണ്. അപ്പൊ അതെന്താണെന്നും ഏതാണെന്നും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അന്വേഷിക്കാനും ഈ വ്യക്തി തയ്യാറാകുന്നു എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ യെസ്, വിക്ടിം കാർഡാണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റും ചെയ്യാത്ത ഒരു കാരണത്തില് തെറ്റുകാരനോ തെറ്റുകാരിയോ ആയി മാറി. ആ ഒരു മെന്റാലിറ്റിയിൽ, കാരണം അത് ഈ പേഴ്സണെ പറ്റിച്ചതാകാം, അല്ലെങ്കിൽ ഈ പേഴ്സണെ എന്താ പറയാ മറ്റാരെങ്കിലും പറ്റിച്ചതാകാം, മനസ്സ് മാറ്റിയതാകാം. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമുക്കിവിടെ കാണാൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സൺ ആ ഒരു വിക്ടിം ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ പേഴ്സൺ ബലിയാടായി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു ബലിയാടായി, അല്ലെങ്കിൽ തെറ്റുകാരനായി, അല്ലെങ്കിൽ തെറ്റുകാരിയായി, ഒറ്റപ്പെട്ടു പോയി ചെയ്യാത്ത തെറ്റിന്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട് ഈ കുട്ടി, അതായത് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഉറപ്പായിട്ടും തനിക്ക് പറ്റിപ്പോയതാണെന്നും അല്ലെങ്കിൽ തന്നെ കൊണ്ട് നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടതാണെന്നും ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഡിവൈൻ മാസ്കുലൈൻ ആണ് കേട്ടോ. ഇവിടെ ഈ ഒരു തിരിച്ചറിവിലൂടെ ഒരു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ആ ഒരു പുരുഷന്റെ എനർജി അത്രയും അധികം ഉയർന്ന തലത്തിലാണ് നിൽക്കുന്നത്. പുരുഷന്മാരുടെ എനർജി, സ്ത്രീകളുടെ എനർജി ഇല്ല എന്നല്ല, പുരുഷന്മാരുടെ എനർജി വളരെ നല്ല രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങളുടെ പേഴ്സൺ സ്ത്രീ ആയിരിക്കാം, പുരുഷനായിരിക്കാം, എന്തും ആയിക്കൊള്ളട്ടെ, പക്ഷെ ആ ഒരു മാസ്കുലൈൻ എനർജി നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹൈ മാസ്കുലൈൻ എനർജിയാണ്. ഈ ഒരു ഹൈ മാസ്കുലൈൻ എനർജി വരുമ്പോൾ എന്ന് പറയുമ്പോൾ അത് കാര്യങ്ങളെ കുറച്ചും കൂടി ഗൗരവമായിട്ട് കാണുകയും അതിനെ പ്രാക്ടിക്കലാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് മാസ്കുലൈൻ എനർജി. ആ ഒരു എനർജിയിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ്
പ്രശ്നങ്ങൾ ആരാണ്, ശത്രുക്കൾ ആരാണ് എന്ന് സ്വയം തിരിച്ചറിയുന്നത് മാത്രമല്ല, അതിന് ഉചിതമായിട്ടുള്ള ഒരു പോം വഴി കണ്ടുപിടിക്കാനും ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, കാലചക്രം അനുകൂലമായിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂ ഫ്രഷ് സ്റ്റാർട്ടപ്പ് ആണ്. ഒരുപക്ഷെ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്താ പറയുക, നിങ്ങൾക്ക് ഈ പേഴ്സന്റെ മെസ്സേജ് ലഭിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ നേരിട്ട് കാണാൻ വരാം. ഇത്തരം സിറ്റുവേഷൻസ് എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം കാലചക്രം വളരെയധികം അനുകൂലമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം. പ്യോർ കമ്മ്യൂണിക്കേഷൻ കാണിക്കുന്നുണ്ട്. ബ്രൗൺ ഐസ്, തൃശ്ശൂര്, ഒക്ടോബർ, ആന്ധ്രാപ്രദേശ്, പൂരം നാള്, 10 ഇയർ, ജർമ്മനി, 23rd. അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 2025 ഒക്ടോബർ 21 തീയതി തൊട്ടിട്ട്, ഇന്നത്തെ ദിവസം തൊട്ടിട്ട് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ തരുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ 15-ാം തീയതി ഡിസ്കൗണ്ട് തുടങ്ങേണ്ടതാണ് ഒക്ടോബർ. പക്ഷേ വൈകിപ്പോയത് കൊണ്ടാണ്, ഞാൻ കുറച്ച് തിരക്കിലായി പോയത് കൊണ്ടാണ് 21-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 6 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. 6 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ പഴയ റേറ്റിലേക്ക് തന്നെ പോകുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പുതിയ സബ്സ്ക്രൈബേഴ്സ്, പുതിയ വ്യൂവേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഈ പറയുന്നത്. ആൻഡ് ഓൾസോ എൻ്റെ ഓൾറെഡി വ്യൂവേഴ്സ്, ഓൾറെഡി സബ്സ്ക്രൈബേഴ്സ്, കസ്റ്റമേഴ്സിനോടും കൂടിയാണ് പറയുന്നത്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.